നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ വിസ്ഫോടൻ. സംസ്ഥാനത്തൊട്ടാകെ ക്രമക്കേടുകൾ. സംസ്ഥാനത്ത് വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിന് ലൈസൻസ് അനുവദിക്കുന്നതിലും പുതുക്കി നൽകുന്നതിലും ക്രമക്കേടുകൾ നടക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ വിസ്ഫോടൻ എന്ന പേരിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. രാവിലെ 11 മണി മുതൽ സംസ്ഥാനത്തൊട്ടാകെ നടന്ന പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ലൈസൻസുകൾ വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും ജില്ലാ കളക്ടറേറ്റുകളും ലൈസൻസ് നേടിയ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും യെച്ചൂരി അനുസ്മരണത്തിലും പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ. പാർട്ടിയോട് ഉടക്ക് തുടർന്ന് മുതിർന്ന CPM നേതാവ് ഇ.പി. ജയരാജൻ. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തില്ല. വൈകിട്ട് തിരുവനന്തപുരത്ത് നടന്ന പാർട്ടിയുടെ യെച്ചൂരി അനുസ്മരണത്തിലും ഇ.പി. പങ്കെടുത്തില്ല. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഇത് ആദ്യമായല്ല ഇ.പി. പാർട്ടി പരിപാടിയോട് മുഖം തിരിക്കുന്നത്. നേരത്തെ കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ ദിനാചരണത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദന്റെ ഓർമ്മദിനത്തിലെ പുഷ്പാർച്ചനയിൽ PB അംഗം A. വിജയരാഘവനൊപ്പം ഇ.പി.യും പങ്കെടുക്കുമെന്നായിരുന്നു CPM ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ്. എന്നാൽ ഇ.പി. ചടങ്ങിൽ എത്തിയില്ല. എന്നാൽ അതൃപ്തിയില്ലെന്നും ചികിത്സയിലാണ് എന്നുമാണ് ഇ.പി. വിട്ടുനിന്നതിനെക്കുറിച്ച് M.B. ജയരാജൻ പ്രതികരിച്ചത്. ലൈംഗിക അതിക്രമ കേസ്. നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് 11 മണിയോടെ ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അതേസമയം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ ഇടവേള ബാബുവിനെ ജാമ്യത്തിൽ വിട്ടയക്കും. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ്. ഇടവേള ബാബുവിനെതിരായ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലെത്തിച്ചാണ് മൊഴിയെടുത്തത്. അസം സ്വദേശിനി ഇനി കേരളത്തിന്റെ മകളായി വളരും. തിരുവനന്തപുരത്തെ സ്കൂളിൽ ചേർത്തു. ആശംസകളുമായി മന്ത്രി. വീട് വിട്ടിറങ്ങി വ്യാപകമായ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അസം സ്വദേശിനിയായ പെൺകുട്ടി തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പ്രവേശനം നേടി. ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള വീട്ടിലാണ് കുട്ടി താമസിക്കുന്നത്. അവൾ കേരളത്തിന്റെ മകളായി വളരുമെന്നും എല്ലാവിധ ആശംസകൾ നേരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. അമ്മയോട് പിണങ്ങിയാണ് കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്നും അസം സ്വദേശിയായ കുട്ടി ഇറങ്ങിപ്പോയത്. ട്രെയിൻ കയറി സ്വദേശമായ അസമിലേക്ക് പോകാനായിരുന്നു ശ്രമം. അസമിലെത്തി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിക്കാനാണ് കുട്ടി ആഗ്രഹിച്ചത്. ട്രെയിനിലുണ്ടായിരുന്ന വിശാഖപട്ടണത്തെ കേരള കലാസമിതി പ്രവർത്തകരാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസിനെയും RPFനെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ കേരളത്തിലെത്തിച്ചു. തിളച്ച പാൽ ദേഹത്തേക്ക് വീണു. 1 വയസ്സുകാരന് ദാരുണാന്ത്യം. താമരശ്ശേരി ചുങ്കം കയ്യേലിക്കുന്നിൽ താമസിക്കുന്ന നസീബ് ജസ്ന ദമ്പതികളുടെ മകൻ അസ്ലൻ അബ്ദുള്ളയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് കുഞ്ഞിന്റെ ദേഹത്ത് തിളച്ച പാൽ വീണത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ കഴിയവെയാണ് മരണം. അർജുന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. കേരളത്തിലേക്ക് എത്തിക്കാൻ ഇനിയും കാത്തിരിക്കണം. അർജുന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹം DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു. DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം മൃതദേഹം അർജുന്റേതാണെങ്കിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 2 ദിവസത്തിനുള്ളിൽ ഇതുണ്ടാകുമെന്നും കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. ലോറിയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തുമെന്നും ഉടൻ ഇതിനായി മൃതദേഹം അയക്കുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും വ്യക്തമാക്കി. പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണമെന്നും MLA അറിയിച്ചു. അതേസമയം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 2 പേർക്കായി തിരച്ചിൽ തുടരുമെന്ന് കാർവാർ MLA സ്ഥിരീകരിച്ചു. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായാണ് നാളെയും തിരച്ചിൽ തുടരുക. കണ്ടെയ്നർ ലോറി ഇടിച്ച് ബാങ്ക് ജീവനക്കാരി കൊല്ലപ്പെട്ടു. കൊച്ചി ഉദയംപേരൂർ കണ്ടനാട് കണ്ടെയ്നർ ലോറി ഇടിച്ച് സ്ത്രീ മരിച്ചു. ഉദയംപേരൂർ സ്വദേശിനി ഓമനയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അപകടം. തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് ഓമന. മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സുപ്രീം കോടതിയെ സമീപിച്ച സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തോഗിയിൽ നിന്നും ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായാണ് രഞ്ജിത റോത്തേഗി ഹർജി നൽകിയത്. സിദ്ദീഖ് മുൻകൂർ ജാമ്യ ഹർജി നൽകുമെന്ന് വ്യക്തമായതോടെ അതിജീവിത കോടതിയിൽ തടസ്സ ഹർജി നൽകി. സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്.
നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് കോടതി വിധി പറയാൻ മാറ്റി. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിനെതിരെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. അതിജീവനം നൽകിയ ഹർജിയാണ് വിധി പറയാൻ മാറ്റിയത്. ജഡ്ജിയുടെ റിപ്പോർട്ട് റദ്ദാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നാണ് നടിയുടെ ആവശ്യം. അന്വേഷണത്തിന് കോടതി മേൽനോട്ടം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകും. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകും. കേരള അനാട്ടമി ആക്ട് പ്രകാരമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ തീരുമാനം. MM ലോറൻസിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നുവെന്ന് കൃത്യവും വ്യക്തവുമായ വിശ്വാസയോഗ്യവുമായ സാക്ഷിമൊഴി ഉണ്ടായിരുന്നുവെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി വിലയിരുത്തി.